കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഒന്ന് കർത്താവിൻ്റെ ഇഷ്ടം, രണ്ട് ആ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ അറിയുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ് പ്രധാനമായും അറിയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, ഈ രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ലിങ്ക്ഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡാണ്. അതാണ് നമ്മൾ പ്രധാനമായും ഇവിടെ പഠിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ് തുടങ്ങുന്ന വാക്യം തന്നെ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നാണ്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം അത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് തന്നെ നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. കർത്താവേ, എനിക്കത് വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ സംഭവിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, യാക്കോബിൻ്റെ വഴി പിന്തുടരുന്നവരായ ആളുകൾ, യാക്കോബിൻ്റെ പ്രാർത്ഥന എന്താണ്? ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എൻ്റെ കൂടെ വരികയും, അല്ലെങ്കിൽ നീ എന്നെ കാക്കുകയും, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും, എന്നെ സൗഖ്യത്തോടെ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഇതാ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും. പലപ്പോഴും നല്ല ശതമാനം ആളുകൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പോകുന്ന ഈ വഴിയിൽ, അതായത് എൻ്റെ വഴിയെ നീ വന്നോണം. എൻ്റെ വഴിയെ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുന്നവരുടെ ഇടയിൽ പൗലോസ് പറയുന്നത് അത് ബുദ്ധിഹീനതയാണ്. എൻ്റെ വഴി എന്തായിരിക്കണം എന്നുള്ളത് തന്നെ ചിന്തിക്കാനോ അറിയാനോ ഒന്നും എനിക്ക്, അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ ഉപയോഗിക്കാൻ. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ വഴി ഒന്ന് അറിയണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നമുണ്ട്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ പറയുന്നതല്ല എൻ്റെ സ്വപ്നം നീ നിവർത്തിച്ചു തരണമെന്നാണ്. അങ്ങനെയല്ല. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവിടുത്തെ ഇഷ്ടം നമ്മൾ നിർവഹിക്കേണ്ടതിന് വേണ്ടിയാണ്. കാരണം സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും നമുക്ക് ശരിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എഫേസ്യർ 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ, എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിനൊരു ആശയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് നിർവഹിക്കപ്പെടേണ്ടത്. കാര്യം അതാണ് എന്നെക്കുറിച്ചുള്ള പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ആൻഡ് ഓൾസോ ഞാൻ എത്ര സ്വപ്നം കണ്ടാലും എനിക്ക് എൻ്റെ സ്വപ്നത്തിനൊക്കെ ഒരു കപ്പാസിറ്റി കുറവുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പം ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് മിക്കവാറും പിള്ളേരൊക്കെ കരഞ്ഞോണ്ടാണ് വരുന്നത്. കാര്യം അടിച്ചു കെട്ടി അവിടെ ഇരുത്തി പഠിപ്പിക്കുന്നൊക്കെ വരുന്ന സമയത്ത്, ഇപ്പം കളിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളിൽ പോയിട്ട് ആദ്യത്തെ ദിവസം കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയും, പപ്പാ എനിക്ക് സ്കൂളിൽ പോകണ്ട. നമ്മളെന്താ പറയും? എന്നാൽ പോകണ്ട എന്ന് പറയുമോ? നമ്മൾ പറയും, ഇല്ല മോനെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. അപ്പോൾ കൊച്ചു പറയാം, എനിക്കും ഉണ്ട് ഒരു സ്വപ്നം. എന്താണ് നിൻ്റെ സ്വപ്നം? എനിക്ക് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കണം. എന്നാൽ പിന്നെ പോയി കളിച്ചോളാം നമ്മൾ പറയത്തില്ല. മോനെ, നിനക്ക് നിന്നെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്ക് ആയിട്ടില്ല. എന്നതുപോലെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമല്ല പ്രധാനം, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് എന്നെ അവൻ വിളിച്ചപ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. ആ ആശ അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള സംസർഗത്തിലാണ് എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അതായത് ആ ദൈവ സംസർഗത്തിൽ തന്നെ ഞാൻ കഴിയണം. ആത്യന്തികമായി കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്നെക്കുറിച്ച്? അതായത് ദൈവം ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് തന്നെ ആത്യന്തികമായി നമ്മൾ കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ വസിക്കുവാൻ വേണ്ടിയാണ്. അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ഇഷ്ടം എന്ന് പറയുന്നത്.
ആത്യന്തികമായ ഇഷ്ടം അതാണ്. പക്ഷേ അതിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആത്യന്തികമായി ദൈവത്തോട് കൂടെ നമ്മൾ സ്വർഗത്തിലിരിക്കണം. പക്ഷേ ഇവിടെയും നമ്മൾ സ്വർഗത്തിൻ്റെ ജീവിതം ജീവിക്കുകയും യേശുവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ളത്, അതാണ് കർത്താവിൻ്റെ സ്വപ്നം. അതായത് അവൻ്റെ ആത്യന്തിക സ്വപ്നം പൂർത്തീകരിക്കാനായി ഇപ്പോൾ തന്നെ അവൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ഞാൻ അറിയണം. അപ്പോൾ ആത്യന്തിക ലക്ഷ്യം അറിയണം, ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അറിയണം, അതിന് എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അത് വചനത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. വചനം വായിക്കുമ്പോൾ എൻ്റെ തലയിൽ കയറിയാൽ മാത്രം പോരാ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, അത് തുളച്ച ഉള്ളിലേക്ക് ചെന്ന് ഒരു സ്പാർക്കാണ്. എന്നിട്ട് പറയാണ് ന്യായപ്രമാണ പുസ്തകം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചത് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദാവീദിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ വേദപുസ്തകത്തിൽ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലേ പറ്റുള്ളൂ. അപ്പം തലയിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങണം. തലയിൽ കയറണം, കയറിയിട്ടാണ് താഴോട്ട് ഇറങ്ങേണ്ടത്. പക്ഷെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത് ഹനനയാഗവും ഹോമയാഗവും പാപയാഗവും അതൊന്നുമല്ല നീ ഇച്ഛിക്കുന്നത്. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് എന്നെക്കുറിച്ചാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ഇഷ്ടം ശരിയായ നിലയിൽ ആത്മാവിൽ അറിയുന്നവൻ അത് ചെയ്യാൻ പ്രിയപ്പെടുന്നവനാണ്. പ്രിയപ്പെടുന്നവൻ അല്ലാതെ ഇതൊരു ബേർഡനായിട്ടല്ല, അത് ഒരു പ്രിയപ്പെടുന്ന ഒരവസ്ഥ. എനിക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ഒരു ബേർഡനൊന്നുമല്ല. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് എനിക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ശരിക്കും അപ്പനും മക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കുമ്പോൾ ഭാര്യ അതൊരു ഭാരമായിട്ടല്ല ചിന്തിക്കുന്നത്. പ്രത്യുത ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിങ്ങനെ വായിച്ചൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഭാര്യ ഒരു കാപ്പി ഉണ്ടാക്കി തന്നെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു കാപ്പി ഇടാൻ പറഞ്ഞു. പക്ഷേ കാപ്പി ഇടാനൊന്നും പറയേണ്ട കാര്യമില്ല, അവൾക്കറിയാം എനിക്കൊരു കാപ്പി കുടിക്കാനുള്ള ഒരു സമയമൊക്കെ ആയെന്നറിയാം. ഉടനെ പോയി അവളൊരു കാപ്പി ഇട്ടുകൊണ്ട് വരുന്നു. കാപ്പി ഇട്ട് തരുമ്പം ഉമ്മ ഇനി വായിക്കുകയും ചെയ്തോളും, പിന്നെ ഞാൻ കാപ്പിയും ഇട്ട് കൊടുക്കണം എന്നുവല്ല പറയുമോ? ഇല്ല. ആ കാപ്പി ഞാൻ കുടിക്കുന്ന കാണുമ്പോൾ എന്തൊരു മാനസികമായ ഒരു സംതൃപ്തിയുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നത് പേടിച്ചിട്ടുമല്ല, അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ടല്ല. പ്രത്യുത എന്താണ്? അത് സന്തോഷത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആശ, നമ്മുടെ പിതാവിന് നമ്മെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ സ്വർഗസ്ഥ പിതാവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം, അത് ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത് പോലും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? അപ്പോൾ ആ ഇഷ്ടം നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നത് സന്തോഷത്തോടെ വേണം ചെയ്യാൻ, ഒരു ബേർഡനായിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെയൊക്കെ നിത്യതയിൽ അവനോട് കൂടെ ആക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആശ നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അവിടെ നമ്മൾ ഒരുമിച്ച് വസിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെ വന്ന് നിങ്ങളെയും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെയും ചേർത്ത് കൊള്ളും. ഇല്ലേ? അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഇവിടെയും ജീവിതത്തിൽ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്. ആ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് തരുന്നത് ലോകമാണ്. നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നവരാണ് പലരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ മിക്കതും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ നേരെ വിപരീത ദിശയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം നടക്കാൻ ദൈവത്തെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപാടി നിർത്തിയാൽ മാത്രമേ
ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് നിർവഹിക്കുവാൻ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 14 മുതലുള്ള വാക്യങ്ങളിൽ, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഇല്ലേ? അപ്പോൾ ലോകമോഹം അത് ദൈവഹിതത്തിൻ്റെ വിപരീത ദിശയിലാണ് എപ്പോഴും. മിക്കവാറും 90%, 99.9% അങ്ങനെയാണ്. കാര്യം ലോകത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. 99% ഒന്നും പറയണ്ട, 100% എന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല. ലോകമോഹം ഒരിക്കലും ദൈവഹിതത്തിനനുസരിച്ചാകാൻ നമുക്ക് പ്രായോഗികമായി തന്നെ അറിയാം അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ ലോകമോഹവും ജഡമോഹവും വിട്ടിട്ട് ദൈവഹിതത്തിലേക്ക് തിരിയുന്നത്. എന്താണ് ബന്ധം എന്നുള്ളത് 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിതാക്കന്മാരെ, അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ആർക്കാണ് ഇത് എഴുതുന്നത്? പാപങ്ങൾ മോചിക്കപ്പെട്ടവർക്കാണ്. അഥവാ യേശുവിനെ രക്ഷകനായിട്ട് അറിഞ്ഞവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ ഈ കാര്യത്തിൽ നമുക്ക് നടക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും മോഹിക്കരുത്. അപ്പം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും മോഹിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തെയും ദൈവികതയെയും സ്നേഹിക്കുന്നവന് മാത്രമേ പറ്റുള്ളൂ. സ്നേഹിക്കണമെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ബന്ധമുണ്ടാകണം. ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസികളെന്ന് പറയുന്ന പലർക്കും ഈ 12 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല അനുഭവങ്ങളും അന്യമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? അവർ ലോകത്തിൻ്റെ പുറകെ പോകും. ആരാണ് ലോകത്തിൻ്റെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയാൻ വയ്യാത്തവരാണ്. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ, ശരിയായ നിലയിൽ പാപമോചനം പ്രാപിച്ചവൻ അവൻ ലോകത്തെ സ്നേഹിക്കത്തില്ല. പാപമോചനം പ്രാപിച്ചവൻ. പാപമോചനം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥമുണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെയുള്ള നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള മോചനം കൂടെ ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചു. എന്നാൽ ഓരോ ദിവസവും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം. ഇവിടെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം വേണം, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം വേണം. അനുനിമിഷം അവൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അനിവാര്യമാകുന്നത്. ആരാണ് ലോകത്തെ സ്നേഹിക്കാത്തത്?
ആത്മശക്തിയിൽ പാപത്തിൻ്റെ മേൽ ജയം നേടിയിട്ടുള്ളവനാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ സ്നേഹിക്കാത്തവൻ, ലോകത്തെ അവൻ സ്നേഹിക്കുന്നില്ല. കാര്യം അവൻ ആത്മശക്തിയിൽ, ആത്മാവും ജഡവും വിപരീത ദിശയിലാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. ആത്മാവിനെ അനുസരിച്ച്, അതായത് എന്തെങ്കിലും ഒരിക്കലും ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവരൊക്കെ കൈകളെ ഉയർത്തിയാടെന്ന് പറഞ്ഞപ്പോൾ തലയെ ചൊറിയാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൈ പൊക്കിയതുപോലെ അവൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കയാൽ, നിങ്ങൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെട്ടു. അത് നമ്മൾ രക്ഷിക്കപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ടു. പക്ഷേ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള മോചനം വേണമെങ്കിൽ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അത്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മശക്തിയിൽ ജീവിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവൻ പാപത്തെ ജയിച്ചിരിക്കുന്നവനാണ്, പാപങ്ങൾ മോചിച്ചിരിക്കുന്നവനാണ്, പാപത്തെ ജയിച്ചവനാണ്. അവൻ പിന്നെ ലോകത്തെ സ്നേഹിക്കാൻ പോകത്തില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അവ തമ്മിൽ വിരുദ്ധമല്ലോ എന്നാണ് പറയുന്നത്. രണ്ടും രണ്ട് ദിശയിലാണ്. യഥാർത്ഥത്തിൽ പാപങ്ങൾ മോചിക്കപ്പെട്ടവൻ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവൻ, പിന്നീട് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്കും താല്പര്യങ്ങളിലേക്കും അവൻ തന്നെ തന്നെ എറിഞ്ഞു കൊടുക്കുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം പരിശുദ്ധാത്മ ശക്തിയാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് പാപം ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിച്ചവരും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കണം. പാപം എപ്പോഴും വരും. പ്രലോഭനം ഉണ്ടാകരുതെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പ്രലോഭനം ഉണ്ടാകും, അത് അവൻ്റെ ജോലിയാണ്. സാത്താൻ്റെ പേര് തന്നെ ടെംപ്റ്റർ എന്നാണ്. പ്രലോഭകൻ, പരീക്ഷിക്കുന്നവൻ. അവൻ്റെ പേര് തന്നെ, സാത്താൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ പ്രലോഭിപ്പിക്കുന്നവനാണ്. അത് അവൻ്റെ ജോലി അവൻ ചെയ്യും. പക്ഷേ അവൻ്റെ പണിയും കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നാൽ നടക്കത്തില്ല. കാര്യം ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തിയെ പകർന്നു തരുന്നു. എന്തിന്? പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ. അങ്ങനെ പാപങ്ങൾ മോചിക്കപ്പെട്ടവൻ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തോട് എതിർത്ത് നിൽക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ലോകമോഹം കടന്നു വരികയില്ല. അവൻ ദൈവേഷ്ടം തിരക്കുന്നവനായിരിക്കും. അടുത്തത് 13-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ബീയിങ്ങിനെ കുറിച്ച് തന്നെയുള്ള വലിയൊരു തിരിച്ചറിവ്. അതൊന്നും സാധാരണ ജനങ്ങൾക്കൊന്നും ഇല്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വിഗ്രഹത്തെയൊക്കെയാണ് അവർ ദൈവമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തരുന്ന ദൈവം, അങ്ങനെയൊക്കെയുള്ളൊരു ദൈവം. പക്ഷേ ദൈവത്തിൻ്റെ ബീയിങ്, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ, ദൈവത്തിൻ്റെ ബീയിങ്ങിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം എന്ത് ചെയ്താണ്? ശരീരം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ പാർത്തു. അവനാണ് യേശു ക്രിസ്തു. ആ യേശുവിനെ ആദി മുതലുള്ള ദൈവമായിട്ട് തിരിച്ചറിയുന്നവൻ, അവനോടാ യോഹന്നാൻ എഴുതുന്നത്, നിങ്ങൾ ആദി മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിൻ്റെ ബീയിങ്ങിനെ പറ്റി നല്ല ബോധ്യമുള്ളവർ. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ തന്നെ, ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുന്നത് ആരോടാ? ഇതുപോലെ ജയാളികളോടാ പറയുന്നത്. ഇനി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പരാജയപ്പെട്ട് അതിൽ സന്തോഷിച്ച് നടക്കുന്ന ലൗകികരായ ആളുകളോടല്ല ഇതെഴുതുന്നത്. വിശ്വാസികളെന്ന് ബോധ്യമുള്ള ദൈവത്തെ അറിയാവുന്ന ആളുകളോട് പറയുക, നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് അവിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൂതല്ല. വിശ്വാസികളും മനസ്സിലാക്കണം. യോഹന്നാൻ എഴുതുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയല്ല ഇത് എഴുതുന്നത്. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയും. നോക്കുക, ദൈവവചനം നിങ്ങളിൽ
വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളൊന്ന് ആലോചിച്ച്. ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ, ശക്തരാകയാൽ. ആ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനം. അവിടെ താഴെ പറയുകയാണ്, നിങ്ങൾ ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. ഇതൊക്കെയാ. പിന്നെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ഏത് നിലയിലുള്ളതായിരിക്കണമെന്ന് എന്തോരും ഒരു ചെറിയ പാസേജിനകത്ത് യോഹന്നാൻ എല്ലാം പറയുക അല്ലേ. നമ്മളിത് സ്വയശോധനയ്ക്ക് വേണ്ടി ഒന്ന് എടുക്കണം. ഞാൻ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഞാൻ ദൈവശക്തിയിൽ നിലനിൽക്കുന്നുവോ? പരിശുദ്ധാത്മ ശക്തി എന്നിലുണ്ടോ? ദൈവവചനം എന്നിൽ വസിക്കുന്നുണ്ടോ? ഞാൻ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നുവോ? അങ്ങനെയുള്ള വ്യക്തികൾ, അവിടെയാ പറയുന്നത്, അവരോട് പറയുകയാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അവിശ്വാസികൾ ലോകത്തെ സ്നേഹിക്കരുത്. അവർ ലോകത്തിനകത്തല്ലേ, അവർ ജീവിക്കുന്നത് തന്നെ ലോകത്തിനകത്താണ്. അവരോട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആകെ സ്നേഹം ലോകത്തോടെ ഉള്ളൂ. അവരോടല്ല, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരായ ആളുകളോട് യോഹന്നാൻ പറയുക, എനിക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇത് പിന്മാറ്റക്കാരുടെ കാര്യം പോലും അല്ല പറയുന്നത്. ശക്തരായി ജീവിക്കുന്ന, ശക്തരായ വചനം ഉള്ളിൽ വസിക്കുന്ന അവരോട് പോലും പറയുകയാണ്, ബി കെയർഫുൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് വലിയ ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ദൈവ ഇഷ്ടമല്ലാതെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ദൈവേഷ്ടമല്ല. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്ന് അല്ല. ജഡമോഹം, അല്ലെങ്കിൽ കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിനകത്ത് മുങ്ങിക്കുളിച്ച് കിടന്നിട്ട് അങ്ങ് ജഡമോഹം കയറിയിട്ട് അല്ലെങ്കിൽ കൺമോഹം കയറിയിട്ട് കാണുന്നതെല്ലാം വേണമെന്നുള്ള മോഹമാണ് കൺമോഹം. എനിക്കത് വേണം, എനിക്കിത് വേണം. മാത്തുക്കുട്ടി വെച്ച വീട് കണ്ടോ, എനിക്ക് അതിനേക്കാൾ വലിയ വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണേ, ഇത് ദൈവഹിതമാണോ ഇല്ലയോ എന്നറിയാൻ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. കാരണം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. സഭയുടെ പ്രസിഡൻ്റ് ആകാനും സെക്രട്ടറി ആകാനും മോഹിച്ചേച്ച്, ഞാനങ്ങ് സഭയിലായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതായത് മറ്റു മോഹങ്ങൾ, ജീവനത്തിൻ്റെ പ്രതാപം മറ്റു പലർക്കും ഉണ്ട്, സഭയ്ക്കുള്ളിലുള്ള പലരും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ട്രഡീഷണൽ സഭകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറയട്ടെ, അത് ദൈവഹിതമാണോ ഇല്ലയോ എന്നുള്ളത് എന്നോട് ഒരാൾ ഒരിക്കൽ പറഞ്ഞു, മോനെ വാഗ്ദത്തമുണ്ട് ദൈവത്തിന്. ഞാൻ പറഞ്ഞു, എന്തോ അപ്പച്ച, ഒരു പ്രായമുള്ള ഒരാളാണ്, എന്നെ ഈ പ്രസിഡൻറ്റിൻ്റെ കസേരയിൽ ഇരുത്തുമെന്ന് വാഗ്ദത്തമുണ്ട്, അതിനുവേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ജീവനത്തിൻ്റെ പ്രതാപം മോഹിച്ചിട്ട് അത് ദൈവഹിതമാണോ ഇല്ലയോ എന്നറിയാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അത് ദൈവത്തിൽ നിന്നല്ല എന്നാണ്. എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ഇല്ലേ? ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തരും. ഇപ്പം മോശയുടെ കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മോശയുടെ കാര്യമൊക്കെ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ 11-ന്റെ 25 പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാ, വല്ല വിധേനെ അടുത്ത ഫറോ ആകേണ്ട ആളാ. ഒരു കാര്യം, ഫറവോൻ്റെ പുത്രിയുടെ മകനാണല്ലോ, എടുത്തു വളർത്തിയതാണ്, പക്ഷേ ഫറവോൻ്റെ പുത്രിയുടെ മകൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടുത്തെ വലിയ ഒരു ചക്രവർത്തിയായിട്ടൊക്കെ മോശയ്ക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ മോശ പറഞ്ഞു, ഞാൻ അതിന് പോകത്തില്ല, എനിക്കങ്ങനെ ആകണ്ട. പ്രതിഫലം നോക്കിയത് കൊണ്ട്
പ്രതിഫലം നമ്മൾ പറഞ്ഞാൽ പ്രതിഫലം നോക്കുന്നത് അങ്ങനെയല്ലേ. ഞാൻ കർത്താവിൻ്റെ ഒരു കരുണയെ ഞാൻ ഒരു എബ്രായനായിട്ട് ഇടയനായിട്ടൊക്കെ ജീവിക്കേണ്ടതായിരുന്നു. ഏതാണെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ ഞാനിപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ അവൻ പറഞ്ഞു എനിക്കിത് വേണ്ട. അടുത്ത ഫറവോനായിരുന്നെങ്കിൽ ഞാൻ ഈ ഫറവോന്മാരുടെ ഇത് പിരമിഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മമ്മീസ് ഒക്കെ ഈജിപ്തിൽ പോയപ്പം അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മോശയുടെ ആ കാലയളവിലുണ്ടായിരുന്ന ഫറവോൻ്റെ മമ്മി വെച്ചിരിക്കുന്ന മമ്മി എന്നുള്ളത് നമ്മളൊന്നും കാണാനൊന്നുമില്ല, എന്നാലും അതും ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, മോശയെ കാണാൻ ഫറവോനായിരുന്നെങ്കിൽ ഇതുപോലൊരു അസ്ഥികൂടമായിട്ട് ഇവിടെ കാണാൻ കിടന്നേനെ, അല്ലാതെ എന്തോ ഉണ്ടായേനെ. മോശയുടെ കാലത്തെ ഫറവോൻ ആരാന്ന് പോലും ഇന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല, പക്ഷേ മോശ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അവൻ പ്രതിഫലം നോക്കി. അവൻ എന്താണ്? അവൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഈജിപ്തിൻ്റെ ഭരണാധികാരിയാവുക എന്നുള്ളതല്ല, എനിക്ക് പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ എന്താണ്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. ജീവനത്തിൻ്റെ പ്രതാപത്തെ, ലൗകിക പ്രതാപങ്ങളെ അങ്ങനെ വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടാകണമെങ്കിൽ അതിനപ്പുറത്ത് പ്രതിഫലം നോക്കിയതുകൊണ്ട്, നിത്യതയുടെ ഒരു ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഭൂമിയിൽ വലിയ മഹിമകൾക്കൊന്നും വലിയ മോഹമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ മഹിമകളുടെ പിന്നാലെ പോയാൽ ദൈവഹിതം ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് കഴിയുന്നത്. നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിച്ചല്ലോ, 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിൻ്റെ ലോകത്തോടുള്ള മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകം ശാശ്വതമല്ല. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ലോകത്തിൻ്റെ ചിന്തയിലല്ല, പ്രത്യുത നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഗോഡ് വാണ്ട്സ് us to live in the light of eternity. അപ്പോൾ നമുക്ക് വേറെ കാര്യമുണ്ട്, എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കും, അല്ലേ? നാച്ചുറലി ഇതൊക്കെയാണ് എല്ലാവർക്കും. അത് വിശ്വാസികൾക്ക് തന്നെ ചിലപ്പോൾ ആൾക്കാർ പറയുമല്ലോ, ആസാവ് തന്നെ പറയുന്നു, അഹങ്കാരികളുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്ന്, ഇല്ലേ? ചിലപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ നമ്മളെക്കാൾ സുഖമായിട്ടും സൗകര്യമായിട്ടും ഒക്കെ കഴിയുമ്പം ഹ്യൂമൻ വേയിൽ നമുക്ക് അസൂയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. എടാ, തെന്നി വീണ് താഴെ പോകാനുള്ളവനാണ് ഇവനൊക്കെ. പക്ഷേ നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന നിത്യതയിൽ നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ, ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ, ഈ ഉള്ള കാര്യത്തിൽ സംതൃപ്തിയായിട്ട്. നമ്മൾ തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അലംഭാവം എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ അത്ര ക്ലിയർ ആയിട്ടല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അലംഭാവം, അവനൊരു അലംഭാവി എന്നൊക്കെ പറയും, പക്ഷേ അതല്ല. സംതൃപ്തി എന്നുള്ള വാക്കാണ്. സംതൃപ്തി, ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അവർ എഴുതിയിരിക്കുന്നത് കണ്ടൻമെൻ്റാണ്, സംതൃപ്തി. എനിക്കിത് മതി. ആ സംതൃപ്തിയോടെ ജീവിക്കുന്നവനാണ് ദൈവഹിതം അറിയാനായിട്ട് കഴിയുന്നത്. അവരെപ്പോഴും നോക്കുന്നത്, നമ്മൾ എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ, എബ്രായർ 11-16 വായിക്കുന്നതാണ്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ സാജുവിൻ്റെ ദൈവമെന്ന് ദൈവം അഭിമാനത്തോടെ പറയണമെങ്കിൽ, ലജ്ജിക്കാതെ പറയണമെങ്കിൽ, ഞാൻ ഭൗമിക മോഹങ്ങളില്ലാത്തവനായിരിക്കണം. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ മോഹം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വിപരീത ദിശയിലാണ്. 1 പത്രോസിൻ്റെ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട്. മനുഷ്യരുടെ മോഹവും ദൈവത്തിൻ്റെ ഇഷ്ടവും വിപരീത ദിശയിലാണ്. ഞാൻ മനുഷ്യരുടെ മോഹങ്ങളിലല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുക്കുമ്പോൾ അടുത്ത പടി ഞാനെന്നറിയാമോ? ഞാൻ പാപം വിട്ടൊഴിഞ്ഞ്. അതാണ് നമ്മൾ കാണുന്നത്. 3-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒത്തിരി ഉണ്ട്. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകൂടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അതൊന്ന് നിർത്തുന്ന പറയുന്നത്, അത് നിർത്തുക. അതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. ലോകമോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഫോർ ദിസ് ഇസ് ദ വിൽ ഓഫ് ഗാഡ് ദാറ്റ് യുവർ സാങ്ക്ടിഫിക്കേഷൻ. ഗാഡ് വാണ്ട്സ് മീ ടു ബി ഹോളി. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഈ ഭൂമിയിലെ ഇഷ്ടം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ആത്യന്തികമായി ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ആക്കിയിരിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് ആത്യന്തികമായി വിശുദ്ധ സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാതെ എല്ലാവരും കൂടെ അങ്ങ് പോകുകയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമത്രേ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആകയാൽ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. കാര്യം ആ ശുദ്ധീകരണ ജീവിതത്തെക്കുറിച്ച് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് വാണ്ട്സ് മീ ടു ബി ഹോളി. എന്തുകൊണ്ടാണ്? കാരണം നമ്മളെ വിളിച്ചവൻ ഹോളിയാണ്. ഈ 1 പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരാകേണ്ടത്? കാര്യം നമ്മളെ വിളിച്ചവൻ വിശുദ്ധനാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവിൻ, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ കാണുന്ന വേദഭാഗങ്ങളാണ്. ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി, യുവർ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ 19-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലും 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ദൈവം വിശുദ്ധനായതുകൊണ്ട് എന്നെ വിളിച്ച വിശുദ്ധനൊത്ത വണ്ണം ഞാൻ വിശുദ്ധിയിൽ ജീവിക്കണം. ദൈവത്തെ നമ്മൾ കാണുന്നത് തന്നെ വിശുദ്ധനായിട്ട് കാണണം, വിശുദ്ധനായിട്ട്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മുടെ ദർശനം മുഴുവൻ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു തരുന്ന ഒരു ദൈവം എന്നുള്ള, അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ ആർ പ്രിവിലേജസ്, ദർ ആർ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് പ്രിവിലേജസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ദൈവം നമുക്ക് നിൻ്റെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് സാധിച്ചു തരും, അതൊരു പ്രിവിലേജാണ്. അവൻ നിന്നെ കാക്കും, പരിപാലിക്കും, അതൊക്കെ പ്രിവിലേജാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. റെസ്പോൺസിബിലിറ്റി ആളുകൾ പറയത്തില്ല, പക്ഷേ പ്രിവിലേജിനെ കുറിച്ച് ഇന്നത്തെ പ്രസംഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ടി വിയിലെ പ്രസംഗമോ മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, മുഴുവൻ പ്രിവിലേജസിനെ കുറിച്ചാണ് പറയുന്നത്. നിനക്കത് കിട്ടും, നിനക്ക് കാർ കിട്ടും, നിനക്ക് വീട് കിട്ടും. ഞാൻ ടി വി ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കേൾക്കാറൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലും വീട്ടിലൊക്കെ പോയിരിക്കുമ്പം ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ടി വിയിലൊരു പ്രസംഗം കണ്ടു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പറയുക, നിന്റെ കണ്ണൊന്ന് തുറന്നേ, നീ കരങ്ങളെ ഒന്ന് നീട്ടിക്കേ, നീ എന്തൊക്കെ കാണുന്നു ആ കാണുന്നതൊക്കെയും അവൻ നിനക്ക് തരും. സ്വന്തം പുത്രനെ ആദരിയാതെ, വാക്യങ്ങളൊക്കെ തെറ്റിച്ചാണ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവന് അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് തരും. ഇതൊക്കെയും നീ ഒന്ന് കൈയൊന്ന് വിളർത്തിക്കേ, നീ കാറ് കാണുന്നോ നിനക്ക് കാറ് തരും, നീ വീട് കാണുന്നോ നിനക്ക് വീട് തരും.
പ്രിവിലേജസാണ് പറയുന്നതല്ല. അങ്ങനെയൊന്നും വേദോസ്തി പറഞ്ഞിട്ടൊന്നുമില്ല. നീ കാണുന്നതെല്ലാം കൂടെ തരാമെന്നൊന്നുമല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവവചനത്തിൽ പറയുന്നത്, നിങ്ങളെ കർത്താവ് നീതീകരിച്ചെങ്കിൽ വിശുദ്ധീകരിച്ച് തേജസ്കരണം വരെ കൊണ്ടുപോകുമെന്നുള്ള വാക്യം അവിടെ മുഴുവൻ പറയുന്നത്. അവിടെ ആ ഒരു അധ്യായത്തിലെ ഭൗമിക കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങളെ നീതീകരിക്കാൻ വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറയുന്നത് നീതീകരിച്ച് വിശുദ്ധീകരിച്ച് തേജസ് വരെ നിങ്ങളെ കൊണ്ടുപോകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. തേജസ്കരണത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇവിടുത്തെ മണ്ണ് പിടിച്ച കാറും വീടും മറ്റേന്ന് മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ദൈവവചനത്തെ ഇങ്ങനെ കോട്ടി മാട്ടുന്നത് കാണുമ്പോൾ സങ്കടം വരും. എന്തോ ചെയ്യാനാ? നോക്കുക, ഇവിടെ കർത്താവ് പറയാണ്, അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ദർശനം നിനക്കുണ്ടാകണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകുവിൻ. യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടാകേണ്ടത് അവൻ്റെ വിശുദ്ധിയുടെ ദർശനമാണ്. അവൻ്റെ വിശുദ്ധിയുടെ ദർശനം. യെശയ്യാ ഒരു പ്രവാചകനായിരുന്നു. എന്നിട്ടും 6-ാം അധ്യായം വന്നപ്പോൾ അവന് ദൈവം തന്നെ വെളിപ്പെടുത്തി, ഒരു ദർശനം നൽകി, ഒരു ദൈവ ദർശനം. 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ നിങ്ങൾക്ക് വാക്യം അറിയാം. കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സറാഫുകൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. ഓരോരുത്തരും 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് ശരീരം മൂടി, ദേഹം മൂടി, 2 കൊണ്ട് പാദങ്ങൾ മൂടി. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു പറഞ്ഞു. ശരിയായ ദൈവ ദർശനം, ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം. ഗോഡ് ഈസ് ഹോളി എന്നുള്ളതാണ്. ഗോഡ് ഈസ് പ്രൊവൈഡർ എന്നുള്ളത് ഒക്കെ പിന്നത്തെ കാര്യമാണ്. ഗോഡ് ഈസ് പ്രൊവൈഡർ. പക്ഷേ ദൈവത്തെ ഞാൻ അറിയേണ്ടത് അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. യെശയ്യാവ് 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം, ഒന്നുകൂടെ വായിക്കണം. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് വിശുദ്ധൻ, ഹീ ഈസ് ദ മോസ്റ്റ് ഹോളി എന്ന അർത്ഥത്തിലാണ്. ഹീ ഈസ് ഹോളി 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെപ്പോലെ വിശുദ്ധനായ ഒരാളെ നിനക്ക് കാണാൻ കഴിയില്ല. ആരാ പറയുന്നത്? സറാഫുകൾ പറയുകയാണ്. സറാഫുകൾ ചെറിയ ആൾക്കാരൊന്നുമല്ല. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. നമ്മളിവിടെ നിന്ന് എത്ര വർത്തമാനം പറഞ്ഞാലും ഇവിടെങ്ങും പുകയും വരത്തില്ല, ഇതൊന്നും കുലുങ്ങുകയുമില്ല, ഇല്ലേ? പക്ഷേ അത്രയ്ക്കും ശക്തന്മാരായ സറാഫുകൾ പറയുകയാണ്, അയ്യോ നമുക്ക് ഈ ദൈവത്തെ കാണാൻ പോലും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. 2 കൊണ്ട് മുഖം മൂടിയെന്ന് എഴുതിയിരിക്കുന്നു. അയ്യോ കർത്താവിനെ കാണാൻ വയ്യ, ഇവൻ എന്തോരും പരിശുദ്ധനാണ്, ഇവൻ ഹീ ഈസ് ഹോളി. അടുത്ത ആൾ പറയുക, അവൻ്റെ അടുത്തോട്ട് അടുക്കാൻ 2 കൊണ്ട് ദേഹം മൂടിയെന്ന്. അവൻ്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവൻ എത്ര പരിശുദ്ധൻ. സറാഫുകളാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സറാഫ് പറയുക, അത് തന്നെയാണോ? ഇവൻ്റെ സന്നിധി നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, 2 കൊണ്ട് പറന്നു, അയ്യോ നിൽക്കാൻ പോലും വയ്യ. ഈ ദർശനം യെശയ്യാവിനുണ്ടായപ്പോൾ യെശയ്യാവ് പ്രൈസ് ദ ലോർഡ്, എനിക്കൊരു നല്ലൊരു ദർശനം കിട്ടി എന്ന് പറഞ്ഞിട്ട് പോകല്ലേ. അവനെന്താ ചെയ്യുന്നറിയാമോ? അവൻ മനസ്സിലാക്കി, ഈ ദൈവത്തെയാണോ ഞാൻ കണ്ടത്? അയ്യോ അവൻ പറയാണ്, ഞാൻ നശിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വോ അൺടു മീ, ഐ ആം അൺഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു സംശയം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? സറാഫുകൾക്ക് പോലും അടുത്ത് ചെല്ലാൻ വയ്യാത്ത എൻ്റെ കണ്ണുകൾ യഹോവയുടെ ദർശനം, യഹോവയെ കണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഞാൻ നശിച്ചോ എന്നുള്ളതാണ് അവിടുത്തെ സംശയം എന്ന് പറയുന്നത്. അത്രയ്ക്കും ആ വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ഒരു ദർശനം നമുക്കുണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ദർശനം ഒരു അത്യാവശ്യമായ കാര്യം അതാണ്. ഗോഡ് ഈസ് ഹോളി. അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ആ യെശയ്യാവ് തിരിച്ചറിയാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. അവൻ ഈ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് പ്രവാചകനൊക്കെ കാര്യം ശരിയാണ്. ശവൻ പറയാണ്, ഞാൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്? അവിടെ പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഇല്ലേ? അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ്റെ മധ്യത്തിൽ ഞാൻ വസിക്കുന്നു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? അവൻ്റെ അശുദ്ധിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ അശുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മളെല്ലാം, നമ്മുടെ പ്രശ്നം എന്നറിയാമോ?
നമ്മളെല്ലാം കമ്പയർ ചെയ്യും. ഞാൻ സൂസിയേക്കാൾ ഭേദമാണ് എന്നൊക്കെ പറയും, ഞാൻ തോമസ് കുട്ടിയേക്കാൾ ഭേദമാണ് എന്ന് പറയും. പക്ഷേ കമ്പാരിസൺ അവിടെയൊന്നുമല്ല. നീ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് നിന്നിട്ട് നിനക്ക് വല്ലതും കമ്പയർ ചെയ്യാൻ പറ്റുമോ? അവിടെ ചെല്ലുമ്പോഴാണ് അവൻ്റെ വിശുദ്ധിയുടെ ദർശനം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അശുദ്ധിയുടെ തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത്. എൻ്റെ അശുദ്ധിയുടെ തിരിച്ചറിവ്, വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് നിൽക്കാൻ യോഗ്യതയില്ല എന്ന് യെശയ്യാവ് തിരിച്ചറിഞ്ഞു. ഞാൻ നശിച്ചു എന്ന് പറയുന്നത്, ഐ ആം അണ്ടൺ, ഞാൻ ഉണ്ടോ? ദൈവത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ സ്വന്തം അശുദ്ധിയെ മനസ്സിലാക്കിയ യെശയ്യാവിനെ ദൈവം നശിപ്പിച്ചു കളയുന്നില്ല. പ്രത്യുത അവിടെ നമ്മൾ അവനോട് കരുണ കാണിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറയുന്ന യഹോവയായ രാജാവിനെ ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് സറാഫുകളിൽ ഒരുത്തനോട് പറഞ്ഞു, അവന് മാനസാന്തരം ഉണ്ടായി, അവൻ അശുദ്ധനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിനു മുമ്പ് അവൻ പറഞ്ഞത് നിനക്ക് കഷ്ടം എന്നാണ്. പ്രവാചകനല്ലേ ഓരോരുത്തരോട് പറഞ്ഞത്? വോ ഓൺ ടു യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവ് ശരിയായ ദർശനം ഉണ്ടായപ്പോൾ വോ ഓൺ ടു മീ എന്ന് പറഞ്ഞു. അന്നേരം എന്താ സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞു, മോനെ, നീ അശുദ്ധനാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, ഞാൻ നിന്നെ തള്ളിക്കളയുന്നില്ല, ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവദർശനം, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ദർശനം ഉണ്ടാകുമ്പോൾ എൻ്റെ അശുദ്ധിയുടെ ദർശനം എനിക്കുണ്ടാകണം. അങ്ങനെ അശുദ്ധിയുടെ ദർശനം ഉണ്ടായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതപിച്ച് കരയുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയുകയല്ല, പ്രത്യുത അടുത്ത സ്റ്റെപ്പ് വരുന്നതിനെന്നറിയാമോ? ശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സറാഫുകളിൽ ഒരുത്തൻ, അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, കൊടിൽ കൊണ്ട് ഒരു തീ എടുത്ത് കയ്യിൽ തീക്കനലെടുത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, അതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ കുഴപ്പമില്ലെന്ന് പറയുന്നതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്നും ശുദ്ധീകരണം ആവശ്യമുണ്ട്. യെശയ്യാവിനെ പോലൊരു പ്രവാചകന് ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രയധികം നമ്മുടെ ജീവിതത്തിലെ അശുദ്ധി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ അധരങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ കണ്ണുകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൈകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ചെവിയായിരിക്കും. ശുദ്ധിയില്ലാത്ത പല കാര്യങ്ങൾ കാണുന്ന കണ്ണുകൾ, ശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന കാതുകൾ, ശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ഉച്ചരിക്കുന്ന വായ്, ശുദ്ധിയില്ലാത്ത സ്ഥലത്തേക്ക് നടക്കുന്ന കാലുകൾ. നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് പറയാം, കർത്താവേ, നിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, എൻ്റെ കണ്ണുകൾ പലപ്പോഴും അശുദ്ധമാണ്. എന്താ സംഭവിക്കുന്നത്? തീ കൊണ്ടുള്ള ശുദ്ധീകരണം നടക്കും. ഹല്ലേലൂയ, ശുദ്ധീകരണം നടക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നതാണ്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായർ 12-14. നോക്ക്, ഇത് യെശയ്യാവിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണമെന്നാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനകാരൻ പറയുന്ന കാര്യമാണ്. അവിടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ഇന്നത്തെ നമ്മുടെ പ്രശ്നം ഇംബാലൻസ്മെൻറ്റ് ഓഫ് ടീച്ചിങ് ഉണ്ട്. പാപമോചനത്തിൻ്റെ പെരിഫറൽ ആസ്പെക്റ്റ് മാത്രം നമ്മൾ എംഫസൈസ് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം പറയുന്നതിനെന്നറിയാമോ? അല്ലെങ്കിൽ ഇപ്പം ഒരു സുവിശേഷ പ്രസംഗം പോലും എന്താണ്, നിൻ്റെ പാപം നീ ഏറ്റു പറയുന്നുവെങ്കിൽ, അതുപോലും ഇപ്പം പറയുന്നൊന്നുമില്ല. ഞാൻ പറയാമായിരുന്നു, പണ്ടൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ വലിയ പാടായിരുന്നു. എഴുന്നേറ്റ് നിൽക്കണം, മുന്നേ ചെല്ലണം, പാപം ഏറ്റു പറയണം. അന്നേരം ആരെങ്കിലും നമ്മളെ പിടിച്ചുകൊണ്ട് പോയി കൗൺസിൽ ചെയ്ത് നമ്മൾ പിന്നീട് അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു പാപിയായിരുന്നു, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റു പറയണം. എന്തൊരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്ന് കുറച്ചുകൂടെ ഈസിയായി. എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ആൾക്കാർ വന്ന് ഇത്രയൊക്കെ മെനക്കെടത്തില്ലെന്ന് മനസ്സിലായപ്പം പ്രസംഗിക്കുന്നവൻ പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. വളരെ ഈസിയായി, കൈ ഒന്ന് പൊക്കിയാൽ മതിയല്ലോ. പിന്നെ അതുമില്ല.
ഇപ്പം വന്ന് ടിക്ക് ഇട്ടാൽ മതി. എല്ലാവർക്കും ഓരോ കടലാസ് കൊടുക്കും. ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, ടിക്ക്. ഓക്കെ, അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പം അങ്ങനെ ടിക്കിട്ട് രക്ഷിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പ്രശ്നം എന്നറിയാമോ? വി ആർ നോട്ട് ടോക്കിംഗ് എബൌട്ട് സാങ്ക്ടിഫിക്കേഷൻ. ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ്. പാപമോചനമുണ്ട്, ശുദ്ധീകരണവുമുണ്ട്. ഞാൻ ഈ ധൂർത്തപുത്രൻ്റെ ഉപമ പലയിടത്തും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ധൂർത്തപുത്രൻ മടങ്ങി വന്നു, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവൻ അപ്പൻ്റെ അടുക്കൽ വന്നു. അവൻ മാനസാന്തരപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ അവന് രൂപാന്തരം ഉണ്ടായിട്ടാണ് വരുന്നത്. അവൻ പന്നിക്കുട്ടി കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാനിവിടെ കിടക്കേണ്ടിയവനല്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേകരെ കൂലിക്കാരെ തിന്ന് ശേഷിപ്പിക്കുന്നു, എൻ്റെ ഗതി ഇങ്ങനെയാണല്ലോ, ഞാനിവിടെ കിടക്കുന്നില്ല, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിലൊരുത്തനെ പോലെ ആക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവൻ പിന്നെ അവിടെ കിടക്കുകയല്ല. ഇന്നത്തെ പ്രശ്നം എന്നറിയാമോ? ഇങ്ങനൊന്ന് പറയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞാനിപ്പോൾ പന്നിക്കൂട്ടില്ല. ഓക്കെ, എന്നാൽ പിന്നെ ഇവിടെ കിടന്നേക്കാം. രക്ഷിക്കപ്പെട്ടേച്ച് പിന്നെയും പന്നിക്കൂട്ടി കിടക്കുന്ന ഒത്തിരി എണ്ണം ഉണ്ട്. എന്നാൽ അവൻ പറയുന്നു, ഞാൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, അവൻ എഴുന്നേറ്റു, അപ്പൻ്റെ അടുത്തേക്ക് പോയി. അവൻ നടന്നു ചെല്ലുമ്പോൾ അപ്പൻ ഓടി വന്നു. നീ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഓടി വന്ന് അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. മകൻ അപ്പനെ കെട്ടിപ്പിടിക്കുന്നതല്ല, അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഞാനൊരു പാപിയാ, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടും. അവൻ പറഞ്ഞു, അവൻ പാപം ഏറ്റു പറഞ്ഞു, പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉടനെ അപ്പൻ എന്നാ പറഞ്ഞു? അപ്പൻ പറഞ്ഞു, മോനെ, നീ എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു, മരിച്ചവനായിരുന്നു, ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. ഒരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകാം, കയറ് എന്നാണോ പറയുന്നത്? അല്ല, ഉടനെ തന്നെ കൂലിക്കാരെ വിളിച്ചു. എന്തിനാണെന്നറിയാമോ? പന്നിക്കൂട്ടി കിടക്കുന്ന ഉടുപ്പൊക്കെ മാറ്റവൻ്റെ, അവനെ കുളിപ്പിക്ക്, അവനെ ശുദ്ധീകരിക്ക്, ഒരു പുതിയ ഉടുപ്പ് കൊടുക്ക്, അവൻ്റെ കൈക്ക് മോതിരമിടുവിക്ക്, പുതിയ ചെരുപ്പിടുവിക്ക്, അവനെ രൂപാന്തരപ്പെടുത്തി ശുദ്ധീകരിച്ച് ആ വീട്ടിലേക്ക് കയറ്റുന്നത്. സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പാപം ഏറ്റുപറഞ്ഞപ്പോൾ തന്നെ മകനായി സ്വീകരിച്ചു. പക്ഷെ അപ്പൻ്റെ ഭവനത്തിൽ പിന്നീട് താമസിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ശുദ്ധീകരണത്തെക്കുറിച്ച് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ദൈവ വചനം അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ പാപം ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ. പാപം ഏറ്റു പറയണം, പക്ഷേ പാപം ഏറ്റു പറയുന്നതോടൊപ്പം ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഇന്നലെ വരെ ജീവിച്ച ജീവിതം നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പന്നിക്കൂട്ടിൽ കിടന്ന ഉടുപ്പ് വിട്ടുകൊണ്ട് വീണ്ടും അപ്പൻ്റെ വീട്ടിൽ കയറിപ്പോകാൻ നിനക്ക് കഴിയില്ല. പന്നിക്കൂട്ടിലെ മുഴുവനും നീ കളയണം. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുഴുവൻ മാലിന്യങ്ങളെയും മാറ്റിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടായെങ്കിലേ നിനക്ക് അപ്പൻ്റെ ഭവനത്തിൽ കഴിയാൻ പറ്റൂ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിലുടനീളം പറയുന്നതായ ഓരോ കാര്യത്തിലും ഈ ശുദ്ധീകരണത്തിൻ്റെ എംഫസിസ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മളതിൻ്റെ 7 മുതലുള്ള 7-ാം വാക്യത്തിൽ അത് വായിക്കുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ പറയുകയാണ്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ. നമ്മൾ ഇരുട്ടിലായിരുന്നു, ഇരുട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇരുളിൻ്റെ പ്രവൃത്തികളിൽ നടക്കുകയല്ല. ശുദ്ധീകരണം ആവശ്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ വെളിച്ചത്തിലേക്ക് നീ പ്രവേശിക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം പോക്കുക മാത്രമല്ല, അവൻ്റെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ പാപമോചനമുണ്ട്, ശുദ്ധീകരണവുമുണ്ട്. ഇത് രണ്ടുമുണ്ട്.
നമ്മൾ പാപമോചനത്തിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് പറയും, അത് ഈസിയാണല്ലോ, നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് മോചിക്കും, ശരിയാ. പക്ഷേ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കയറുന്നത്. 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പാപത്തെ ക്ഷമിക്കുക, അവൻ ക്ഷമിച്ച്. അടുത്തത്, അനീതി പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് അവൻ്റെ പാപത്തെ ക്ഷമിക്കുന്നു. പക്ഷെ പാപക്ഷമ കൊണ്ട് മാത്രം കാര്യമായില്ല, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ പാപങ്ങളെ ക്ഷമിക്കുന്നു, അനീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ പാപം എന്നുള്ള വാക്ക്, ഹമർഷ്യ എന്ന് പറയുന്ന വാക്ക്, നമ്മൾ ചെയ്ത പാപപ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെ നമ്മൾ ചെയ്ത സകല പാപപ്രവൃത്തിയെയും ദൈവം ക്ഷമിക്കുന്നു. ഗോഡ് ഫോർഗീവ്സ് അവർ സിൻ. നമ്മൾ ചെയ്ത പാപപ്രവൃത്തികൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിക്കും. പക്ഷേ ക്ഷമിക്കുക മാത്രമല്ല, അനീതി, അൺറൈച്ചിയസ്നെസ്, അടിഖിയ എന്ന് പറയുന്ന വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് മോറൽ റോങ്ഫുൾനെസ് എന്നുള്ളതാണ്. ഓഫ് ക്യാരക്ടർ, ലൈഫ് ആൻഡ് ആക്ട്. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലും ഉള്ള പാപത്തോടുള്ള ആഭിമുഖ്യത്തെ, അത് അനീതി എന്ന് പറയുന്നത്, മോറൽ റോങ്ഫുൾനെസ്. കാരണം കഴിഞ്ഞകാല പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ എല്ലാം ക്ഷമിക്കുന്നു. പക്ഷെ പിന്നെയും പാപത്തോടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മളെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നുവെങ്കിൽ അടുത്തതെന്താണെന്നറിയാമോ? കർത്താവ് അതിനെയെല്ലാം ശുദ്ധീകരിക്കുന്നു. പാപങ്ങളെ പാപക്ഷമ മാത്രമല്ല, ശുദ്ധീകരണം നമുക്ക് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പാപം ക്ഷമിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിനോട് ചേർന്ന് തന്നെ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ല, അതിനോട് ചേർന്ന് തന്നെ പാപത്തോടുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ആ പാപപ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനീതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചെയ്ത പാപങ്ങളുടെ പ്രവൃത്തിയാണ് ഹമർഷ്യ എന്ന് പറയുന്നത്. അടുത്തത്, ചെയ്ത പാപപ്രവൃത്തി നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല, പാപത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെയും ആഗ്രഹങ്ങളെയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപചിന്തകളെയും അനീതിയോടുള്ള ആഗ്രഹത്തെയും എല്ലാം മാറ്റി ശുദ്ധീകരിക്കുന്ന 2 വാക്കും അവിടെ നടക്കുന്നുണ്ട്. പാപം ക്ഷമിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് അത് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി. പാപങ്ങളെ ക്ഷമിക്കും, അനീതിയെ പോക്കും. മലയാളത്തിൽ ഈ 2 വാക്കും ഏകദേശം ഒരുപോലൊക്കെ തോന്നും, പക്ഷേ ഈ 2 വാക്കും ഡിഫറൻ്റ് ആണ്. ചെയ്തു പോയ പ്രവൃത്തികളെ അവൻ ക്ഷമിക്കും, പാപപ്രവൃത്തികളെ ക്ഷമിക്കും. പക്ഷേ പാപത്തോടുള്ള ആഭിമുഖ്യത്തെയും പാപത്തിലെ നമ്മുടെ ആ അഫിനിറ്റി, അതിനോടുള്ള സ്നേഹത്തെയും ഒക്കെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഇനി പഴയതിലേക്ക് നമ്മൾ ഒരിക്കലും കടന്നു പോകയില്ല. അതിനുള്ള ശക്തി നമുക്ക് കർത്താവ് തരും. പക്ഷേ പാപക്ഷമയെക്കുറിച്ച് മാത്രമേ ഇന്ന് പലപ്പോഴും ആളുകൾ പഠിപ്പിക്കുന്നുള്ളൂ. പാപത്തിൻ്റെ ശുദ്ധീകരണവും അതിനോട് ചേർന്ന് പഠിപ്പിക്കേണ്ട കാര്യമാണ്. അവൻ്റെ വിശുദ്ധി കണ്ടവൻ പിന്നെ അവനെപ്പോലെ ജീവിക്കാനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് പറയുന്നത് എന്താണ്? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. സൂസി വിശുദ്ധയായിരിക്കുന്നത് പോലെ എന്നല്ല പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് എൻ്റെ മാനദണ്ഡം, എൻ്റെ അയൽക്കാരൻ്റെ വിശുദ്ധിയല്ല, എൻ്റെ ബൈബിൾ ടീച്ചറിൻ്റെ വിശുദ്ധിയുമല്ല. നിങ്ങളുടെ മാനദണ്ഡം സാജുവിൻ്റെ വിശുദ്ധിയോ പാസ്റ്റർ മാത്യുവിൻ്റെ വിശുദ്ധിയോ ഒന്നുമല്ല. നിങ്ങളുടെ മാനദണ്ഡം തീർച്ചയായും ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ശുദ്ധീകരണം ആവശ്യമുണ്ട്. യെശയ്യാവ് അവൻ്റെ വിശുദ്ധി കണ്ടു. ആ വിശുദ്ധിയുടെ ദർശനത്തിൽ അവൻ പരിഭ്രാന്തനായി. അവൻ അനുതപിച്ചു, അവൻ ഏറ്റുപറഞ്ഞു, പാപം ഏറ്റുപറഞ്ഞു. കർത്താവ് പറഞ്ഞു, പാപം ഏറ്റുപറഞ്ഞു, ഞാൻ പാപം ക്ഷമിക്കാം, പക്ഷേ നിനക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. നിൻ്റെ വായ്
ഇപ്പോഴും നീ ചെയ്തു പോയ നിൻ്റെ വായ കൊണ്ട് നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിനക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. സറാഫുകളിൽ ഒരുത്തൻ വന്ന് കൊടിൽ കൊണ്ട് നാവിനെ തൊട്ടു, ശുദ്ധീകരിച്ചു. അതോടൊരുമിച്ച് ആ ക്ഷമയും കഴിയുന്നത്. നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്. അപ്പോൾ പാപക്ഷമയും ശുദ്ധീകരണവും ഒരുമിച്ച് പോകണം. ആ ഒരു ദിവ്യസ്പർശനം, പാപക്ഷമ, ശുദ്ധീകരണം, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമ്മുടെ റോൾ മോഡൽ ദൈവം തന്നെയാണ് എന്നുള്ളത് നമ്മൾ 1 പത്രോസിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ് നമ്മൾ മുമ്പേ വായിച്ചതാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ, ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ശരിക്കും പറയുന്നത്. യു ഷാൽ ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനാകണം. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. വി ഹാവ് എ ഹോളി ഗാഡ്. അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ജനമാകുന്നത്. പാപക്ഷമ പ്രാപിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ വിശുദ്ധരാകുന്നത്, പാപക്ഷമയും ശുദ്ധീകരണവും പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ജനമാകുന്നത്. സോ വി ഹാവ് എ ഹോളി ഗാഡ് ആൻഡ് ദർ ഈസ് എ ഹോളി പീപ്പിൾ. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധന്മാരെന്നൊക്കെ വേദവസം വിളിക്കുന്നത്, ഇല്ലേ? പക്ഷേ അവിടെ ഇത് രണ്ടും നടക്കണം. അതുകൊണ്ട് ഈ കാലയളവിൽ പാപക്ഷമയെക്കുറിച്ച് മാത്രമല്ല, പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് കൃത്യമായ ടീച്ചിങ് നമുക്കുണ്ടാകണം. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ നിങ്ങളൊരു പക്ഷേ പാപക്ഷമ പ്രാപിച്ചവരാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ നിങ്ങളുടെ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ശക്തനാണ് കർത്താവ്. ഇനി നിങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയും. പക്ഷേ ആ വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ, ആ വിശുദ്ധിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. സ്വർഗത്തിൻ്റെ ശുദ്ധീകരണം, അഗ്നി കൊണ്ടുള്ള. അഗ്നി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന തീ എന്നുള്ളതല്ല. അവിടെ എന്താണ്? സറാഫുകളുടെ ഒരുത്തൻ അഗ്നി എടുത്ത് അവൻ്റെ നാവിനെ ശുദ്ധീകരിച്ചു. ഇതുപോലെ സ്വർഗത്തിലെ അഗ്നി നമ്മളെ ശുദ്ധീകരിക്കണം. അപ്പോൾ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ഇനിയും പഠിക്കണം. പഠിക്കുക മാത്രമല്ല, ആ ശുദ്ധീകരണം പ്രാപിക്കണം. കർത്താവ് പാപം ക്ഷമിക്കുന്നത് അവൻ്റെ കൃപ, അവൻ്റെ കരുണ. പക്ഷേ തുടർന്ന് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. പന്നിക്കൂട്ടിൽ കിടന്ന മകനെ സ്വീകരിക്കാൻ അപ്പൻ തയ്യാറാണ്, അവൻ്റെ പാപത്തെ ക്ഷമിക്കാനും തയ്യാറാണ്. പക്ഷേ അവൻ്റെ പന്നിക്കൂട്ടിൽ കിടന്ന ജീവിതവും കൊണ്ട്, ആ വസ്ത്രവും കൊണ്ട് അവനൊരിക്കലും അപ്പൻ്റെ ഭവനത്തിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. അകത്തേക്ക് കയറണമെങ്കിൽ അവൻ ശുദ്ധീകരണം പ്രാപിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം. മകനാണെന്നുള്ളതിൻ്റെ തെളിവായി അവന് പുതിയ മോതിരം കിട്ടണം. മകനാണെന്നുള്ളതിൻ്റെ സിമ്പലായിട്ട് അവിടെ മോതിരം ഇടിയിക്കുന്നത്. നീ മരിച്ചവനായിരുന്നു, നീ വീണ്ടും ജീവിച്ചിരിക്കുന്നു. നൗ യു ആർ മൈ സൺ. പാപത്തിൽ മരിച്ചിരുന്നവരായ നമ്മളെ സ്വർഗത്തിൽ ജീവിപ്പിക്കുന്നതാണ് ശുദ്ധീകരണം. ആ ശുദ്ധീകരണം കൊണ്ടാണ് അവിടെ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്, ഹോളി ഗാഡ്, ആൻഡ് വി ആർ ബിക്കമിങ് എ ഹോളി പീപ്പിൾ. ദൈവം, വിശുദ്ധ ദൈവം, നമ്മൾ വിശുദ്ധ ജനമായി തീരുന്നു. പിന്നെ എല്ലാം ഹോളിയാ, പിന്നെ എല്ലാം വിശുദ്ധമാണ്. വി ഹാവ് എ ഹോളി സ്ക്രിപ്ചർ. നോക്ക്, ഹോളി ഗാഡ്, ഹോളി പീപ്പിൾ, ഹോളി ഗാഡ്, ഹോളി പീപ്പിൾ, ഹോളി പീപ്പിൾ, ആൻഡ് വി ഹാവ് എ ഹോളി സ്ക്രിപ്ചർ. നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ ഒരു വിശുദ്ധ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം നമുക്ക് വി ഹാവ് ഗിവൺ എ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. എന്തിനാ? ഫോർ എ ഹോളി ലിവിങ്. അങ്ങനെ ഹോളി ലിവിങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം പറയുകയാണ്, യെശയ്യാനോട് പറയുക, യു ഹാവ് എ ഹോളി മിഷൻ. ഞാൻ നിന്നെ ഒരു ദൗത്യം പരമേൽപ്പിക്കുകയാണ്. പക്ഷേ ദൗത്യം പരമേൽപ്പിക്കണമെങ്കിൽ ആദ്യം ഹീ നീഡ് ടു സീ ദ ഹോളി ഗാഡ്, ഹീ നീഡ് ടു ബിക്കം എ ഹോളി പേഴ്സൺ, ആൻഡ് ദൈവ വചനം അവൻ കേൾക്കണം, ഹോളി സ്ക്രിപ്ചർ, ദൈവത്തിൻ്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ്, ഹോളി ലിവിങ് ആൻഡ് എ ഹോളി മിഷൻ. ആത്യന്തികമായി പറയുമ്പോൾ ഇതെല്ലാം നമ്മളെ ചെയ്യുന്നതിനെന്നറിയാമോ? ഗോഡ് വാണ്ട്സ് us to lead to a holy city. ആത്യന്തികമായി നമ്മളെ ഒരു വിശുദ്ധ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിശുദ്ധ ദൈവം വിശുദ്ധ വിളിയായിൽ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധ ജനമാക്കി.
ഒരു വിശുദ്ധ വിളിയാണ് നമുക്കുള്ളത്. 2 തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത് തന്നെ വിശുദ്ധ വിളിയാണ്. ഹോളി കാൾ, അവിടെ എഴുതിയിരിക്കുന്നത് എ ഹോളി കോളിംഗ്. അവൻ്റെ വിളി തന്നെ വിശുദ്ധ വിളിയാണ്. ആ വിശുദ്ധനായ ദൈവം വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചവൻ വിശുദ്ധ ജീവിതം ജീവിക്കണം. എന്തിനാണ് അങ്ങനെ വിളിച്ചത്? എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ വാക്യത്തിൽ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവന് നമ്മെ തിരഞ്ഞെടുത്തു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്തിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? വാട്ട് ഈസ് ദ ഡിസയർ ഓഫ് ഗാഡ് അബൌട്ട് മീ വെൻ ഹി വാസ് കോളിംഗ് മീ? എന്നെ വിളിച്ചപ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ എന്ത് എന്ന് ചോദിച്ചാൽ എന്താകണമെന്നാണ്. പാപിയായിരുന്ന എന്നെ അവൻ വിളിച്ചത്. അവൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? അവൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. വിശുദ്ധ വിളിയുടെ ലക്ഷ്യം നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിനാണ്. വിശുദ്ധ വിളി, വിശുദ്ധനായ ദൈവം തൻ്റെ വിശുദ്ധ വിളിയാൽ നമ്മളെ വിളിച്ച് വിശുദ്ധ ജനമാക്കുന്നത് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ്. ഇതൊക്കെ എന്തുമാത്രം നമ്മളൊന്ന് ധ്യാനിക്കണം. മുമ്പേ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ വേണം. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വായിച്ചാൽ നമ്മളങ്ങ് തുള്ളിച്ചാടിപ്പോവും. കാരണം അതുപോലെ ആഴമുള്ള അർത്ഥം വചനത്തിലുണ്ട്. ഒരു സ്പാർക്ക്, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ഉണ്ടായാൽ ഇതൊക്കെ നമ്മളങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എന്നാ രസമാണ്. നമ്മൾ രസമെന്ന് മലയാള വാക്ക് ഞാനങ്ങ് ഉപയോഗിച്ചെന്നുള്ളതല്ല, നമ്മളങ്ങ് എൻജോയ് ചെയ്യുകയാണ്. വി ആർ എൻജോയിങ്. വിശുദ്ധ ദൈവം വിശുദ്ധ വിളിയാൽ വിളിച്ച് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് വിശുദ്ധീകരിച്ച്, ആ വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവരാണ് നാം. അങ്ങനെയുള്ള നമ്മൾ വിശുദ്ധിയിൽ വളരണം. അപ്പം വിശുദ്ധ ദൈവം വിശുദ്ധ വിളിയാൽ വിളിച്ച് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കി വിശുദ്ധീകരിച്ചാൽ, എന്തിനാണ്? വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് നമ്മളെ വിളിച്ച് വിശുദ്ധീകരിച്ചാൽ അവിടെ നമ്മൾ വിശുദ്ധിയിൽ വളരണം. അതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധിയിൽ നമ്മൾ വളരുന്നു എന്നുള്ളതാണ്. വി ആർ എ ഹോളി പീപ്പിൾ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൈബിളിൻ്റെ ഹോളി ബൈബിൾ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട. എവിടെ നോക്കിയാലും വിശുദ്ധി വിശുദ്ധി വിശുദ്ധി. എന്നിട്ട് നമ്മളെന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയാത്തതെന്ന് എൻ്റെ ചിന്ത. വിശുദ്ധന്മാരായ ആളുകൾ അങ്ങനെ ആയിരിക്കണം കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളെ വിളിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ, നമ്മളെ വിളിച്ചിട്ട് വിശുദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്, അങ്ങനെ വളരാൻ, അതിനാണ് വിശുദ്ധ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹോളി സ്ക്രിപ്ചർ. എന്തിനാ? ഫോർ എ ഹോളി ലിവിങ്. വചനം കൊണ്ടാണ് നമ്മളെ ദൈവം ശുദ്ധീകരിക്കുന്നത്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 17-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ സംസാരിക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നതായ ഒരു കാര്യമുണ്ടല്ലോ. അതിൻ്റെ 17-ാം വാക്യത്തിൽ 17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പം കർത്താവ് പറയാണ്, പിതാവേ, അവരെ ഞാൻ വിളിച്ചു, വിശുദ്ധ വിളിയാൽ വിളിച്ചു, അവരിപ്പം വിശുദ്ധരാ, പക്ഷെ നീ വീണ്ടും അവരെ വിശുദ്ധീകരിക്കണം. അവർ വിശുദ്ധിയിൽ വളരണം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പം വിശുദ്ധീകരിക്കപ്പെടാനുള്ള മാർഗം എന്താ? സത്യത്താൽ. സത്യം എന്തുവാ? നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ വചനത്താലാണ്, സത്യത്താൽ വിശുദ്ധീകരിക്കണം. വചനത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശുദ്ധി, ഹോളി ഗാഡ്, ഹോളി പീപ്പിൾ, ഹോളി സ്ക്രിപ്ചർ. എന്നാൽ അതിനോട് ചേർന്ന് നമുക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്ക്രിപ്ചറും ഹോളി സ്പിരിറ്റും. വാട്ട് ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ്
ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇവിടെയും ആഫ്രിക്കയിലൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ദർ ആർ 2 ഫൗണ്ടേഷൻസ്. അതൊരു ഫാക്റ്റാണ്. ഫസ്റ്റ് ഫൗണ്ടേഷൻ ഈസ് ദ ഹോളി സ്ക്രിപ്ചർ. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാണ് ഹോളി ലിവിങ്ങിനെ കുറിച്ച് നമ്മളോട് പറയുന്നത്. ഹോളി സ്ക്രിപ്ചർ ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. വിശുദ്ധ വചനം, വിശുദ്ധ ജീവിതം എന്താണെന്ന് നമ്മളോട് പറയുന്നു. പക്ഷേ ആ വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമുക്ക് ശക്തി വേണം. ഹ്യൂമൻ പവറിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് He has given us the Holy Spirit. അതുകൊണ്ട് ദൈവം നമുക്ക് പരിശുദ്ധ ആത്മാവിനെ, പരിശുദ്ധ വചനം പറയുന്ന വിശുദ്ധ ജീവിതം ജീവിക്കാൻ ശക്തി പകരേണ്ടതിനാണ് പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Holy Scripture tells you what is holy life, and Holy Spirit help you to live that holy life. Holy Scripture and Holy Spirit, ഇത് രണ്ടുമാണ് ഒരു ഹോളി ലൈഫിന് നമ്മളെ പ്രാപ്തമാക്കുന്നത്. പരിശുദ്ധ വചനവും പരിശുദ്ധ ആത്മാവും. വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് പറയുന്നത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. എന്നാൽ ആ വചനത്തോടൊപ്പം എന്തുകൂടെ വേണം? പരിശുദ്ധാത്മാവും വേണം. വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അനിവാര്യമാണ്. ആ പരിശുദ്ധാത്മാവും കൂടെ ഉള്ളപ്പോഴാണ് പരിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മൾ 1 തെസ്സലോനിക്കർ 4:3 വായിച്ചല്ലോ, കർത്താവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായത്തിൽ അത് മുഴുവനായിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ നമ്മൾ ജാതികളെ പോലെ ആകരുത്, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന കാര്യം വരെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നീ വാ, നിന്നെ കർത്താവ് നിൻ്റെ പാപം നീ മോചിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയണം, അത് ബേസിക് അടിസ്ഥാനപരമായ കാര്യമാണ്, അത് പറയണം. പക്ഷേ അവിടെ കൊണ്ട് നിർത്തുന്നതായി പ്രശ്നം. അതുകൊണ്ടെന്താണെന്നറിയാമോ? സഭയെ വന്നു കഴിഞ്ഞാൽ, പാപമോചനം പ്രാപിച്ചെന്നും പറഞ്ഞ് സഭയെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പാപത്തിൽ ജീവിക്കുന്നവരാ. പക്ഷെ അതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. പാപങ്ങളെ ക്ഷമിക്കും, അനീതിയെ പോക്കും, അല്ലെങ്കിൽ അനീതിയിൽ നിന്ന് വിടുതൽ നൽകും, അല്ലെങ്കിൽ നമ്മുടെ പാപ ഇച്ഛകളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന് വിടുതൽ നൽകും. അങ്ങനെ ഒരു വിശുദ്ധീകരണം, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ആ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, 7-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ദൈവം വിളിച്ചത് തന്നെ അതിനു വേണ്ടിയാണ്. ദൈവം വിളിച്ചത് നിനക്ക് കാറ് തരാനും വീട് തരാനും ഒന്നും അല്ല. നിനക്ക് ഒരു വീടില്ലെങ്കിൽ ചിലപ്പോൾ കർത്താവ് വീട് തന്നിരിക്കും, പക്ഷെ അത് നിനക്ക് മാത്രമല്ല, അത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്ക് സൃഷ്ടി എന്ന നിലയിൽ ദൈവം ഒത്തിരി കരുണ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളോട് മാത്രമൊന്നുമല്ല, ഏത് മതത്തിൽപ്പെട്ടവരോടും ദൈവം കരുണ കാണിക്കുന്നുണ്ട്. രോഗികളായ ആളുകൾ നമുക്ക് തന്നെ ചിലപ്പം അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം വിടുതൽ കൊടുത്തെന്നിരിക്കും. അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ചെങ്കിലേ പറ്റുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയതിൽ നല്ലൊരു ശതമാനവും കർത്താവിൻ്റെ പിന്നാലെ പോയില്ല. കർത്താവിൻ്റെ പിന്നാലെ പോയിട്ടൊന്നുമല്ല സൗഖ്യമാക്കിയത്. അപ്പോൾ അങ്ങനെ രോഗസൗഖ്യം കിട്ടിയെന്നോ കാറ് കിട്ടിയെന്നോ വീട് കിട്ടിയെന്നോ ഒക്കെ പറഞ്ഞ് എന്തിനാണ് വിളിച്ചതെന്ന്, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ഇനി ദൈവസഭയിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള ടീച്ചിങ്സ് വളരെ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാപക്ഷമയെക്കുറിച്ച് മാത്രം അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചത്. 8-ാമത്തെ വാക്യത്തിൽ ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അതായത് ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. അതിനെ തുച്ഛീകരിക്കുന്നു ഇന്ന് പറ്റുന്നതാണ്. ഇന്ന് ആ കോളിങ് നമ്മളങ്ങ് തുച്ഛീകരിക്കുക, അല്ലെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർത്ത് പറയുകയൊന്നുമല്ല, അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്നെ ദൈവം വിളിച്ചത് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ്. ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ദൈവത്തിൻ്റെ വചനം എനിക്ക് നൽകിയിരിക്കുന്നു
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ആത്മനിറവിൽ, ആത്മശക്തിയിൽ പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ജീവിതം, അങ്ങനെ ഒരു സീരിയസ് ലൈഫ് എടുക്കാത്ത ആളുകളോട് പറയാണ്, നീ എന്താ ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്തത്? നീ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ, അതാണ് തുച്ഛീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഓർത്താൽ മതി. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് വെരി സീരിയസ്ലി, God has called you for holy living. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് നിന്നെ കർത്താവ് വിളിച്ചത്. അങ്ങനെ ആ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ച് പൂർണ്ണമായും ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് വേണ്ടി നിനക്ക് തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആത്മശക്തിയാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നിനക്ക് ഹോളി സ്പിരിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ആ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ചാടി മറിഞ്ഞ് ബഹളമുണ്ടാക്കി എടുത്തടിച്ച പോലെ താഴെ വീണ് പിന്നെ ഛർദ്ദിച്ചും, പരിശുദ്ധാത്മാവ് വന്നാൽ ഛർദ്ദിക്കും എന്നൊക്കെ ചിലർ പറയുന്നത്. അങ്ങനെ ജീവിതം പോക്കുന്നവർ, ദേ ആർ നോട്ട് ടേക്കിംഗ് ഹോളി സ്പിരിറ്റ് സീരിയസ്ലി. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ, വിശുദ്ധ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്തവൻ. എൻ്റെ വചനം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. വിശുദ്ധ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തവൻ, വിശുദ്ധിയെ കാര്യമായിട്ട് എടുക്കാത്തവൻ, സെറ്റ് അസൈഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാറ്റി നിർത്തുന്നവൻ, അവൻ മനുഷ്യനെ അല്ല. ചിലപ്പം പറയും, ചില പാർട്ടി, ചില ആളുകളുണ്ട് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതം, വിശുദ്ധ ജീവിതം. നമ്മൾ മനുഷ്യരല്ലയോ, നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റുമോ? ആരുണ്ട് ജീവിച്ചോരെ, അല്ലേ? അത് ഒത്തിരി കേൾക്കുന്നതാണ്. ഇപ്പോൾ യേശു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ലെന്ന് ചിലർ പറയുന്നത്. എന്തിനാ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായമൊക്കെ പറഞ്ഞാന്നറിയാമോ? നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കാണിക്കാനാണ്. നീ ജീവിക്കാനൊന്നുമല്ല, നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കാണിക്കാൻ വേണ്ടി അത് എഴുതിയെന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. നിങ്ങളും ചിലപ്പോൾ കേട്ടതാണ്. സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം വായിക്കാനുള്ള ശക്തി ഒന്നും മാനുഷികമായിട്ട് എനിക്കുമില്ല. പക്ഷേ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ തുച്ഛീകരിക്കുന്നു, ദോസ് ഹു ഡിസ്റിഗാർഡ് ദിസ്, വിശുദ്ധ ജീവിതത്തെ തുച്ഛീകരിക്കുന്നു. ഇതൊന്നും നീ ജീവിക്കാൻ വേണ്ടിയൊന്നും അല്ലടാ, നിന്നെ കൊണ്ട് ഇതൊന്നും ജീവിക്കാൻ കഴിയത്തില്ലെന്ന് കാണിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നില്ല കർത്താവ് അങ്ങനെ ഒരു കർത്താവിനെയൊന്നും അല്ല ഞാൻ സേവിക്കുന്നത്. നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി കുറേയേറെ നിയമം തന്നതൊന്നുമല്ല കർത്താവ് അത് തന്നെങ്കിൽ മാനുഷികമായി നിനക്ക് കഴിയില്ലെങ്കിൽ അതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മളൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കൽപ്പന കാക്കണമെന്ന് ആഗ്രഹമുള്ളവരുമാണ്. ഇല്ലാത്തവരൊക്കെ കാണുമായിരിക്കും, പക്ഷേ കൽപ്പന കാക്കണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു, ഇല്ലേ? മാനുഷികമായി ചിലപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കാൻ കഴിയാതെ പോകുന്ന ബലഹീനത, മാനുഷിക ബലഹീനത നമുക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് സാരമില്ല എന്ന് കർത്താവ് പറയല. നിനക്കാകുന്ന അത്രയൊക്കെ ആട്ടെ എന്നും പറയത്തില്ല. അങ്ങനെയൊക്കെ ചേട്ടൻ പറയുന്നത്, ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും അനുസരിക്കാൻ പറ്റില്ല, പിന്നെ നമ്മളാലാവോളം എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊന്നുമല്ല. കർത്താവ് ഒരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്, അത് നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമുക്കതിന് ശക്തിയില്ലെങ്കിൽ അതിനാണ് പരിശുദ്ധാത്മാവിന്. ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ദാറ്റ് he may give you another counselor to be with you forever. അതിനാ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. എന്തിന്? അവൻ്റെ കൽപ്പനകളെ കാക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ശക്തി പകരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക്
തരും. എന്തിനാണ് തന്നിരിക്കുന്നത്? എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കൂടെ വസിക്കുവാനും നമ്മളുടെ ഉള്ളിലിരിക്കാനുമാണ്. കൂടെ നടക്കാനും ഉള്ളിലിരിക്കാനും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂടെ നടക്കുകയും ആ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കയറ്റി ഇരുത്തുകയും ചെയ്യുമ്പോഴാണ് ആത്മശക്തിയാൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ആത്മശക്തിയാൽ ഈ ദൈവിക തൃത്വം തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുമെന്ന നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഓൾറെഡി പരിശുദ്ധാത്മാവകത്തുണ്ട്. കർത്താവ് പറയാണ്, ഞാനും പിതാവും കൂടെ വരും, എന്നിട്ട് ഞങ്ങളും കൂടെ കയറിയിരിക്കുമെന്ന്. അതായത് നമ്മളിൽ പരിശുദ്ധ തൃത്വം വന്ന് കയറിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവിക തൃത്വം. അങ്ങനെയുള്ളവന് മാത്രമേ, അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അതിന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവ് അവനെ സ്നേഹിക്കും. പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉള്ളിലുണ്ട്. പിന്നെ പിതാവും പുത്രനും കൂടെ വന്ന് ദൈവിക തൃത്വം എന്നിൽ വസിക്കും. അങ്ങനെ ദൈവിക തൃത്വം എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ സ്വാഭാവികമായി വിശുദ്ധിയിൽ ജീവിക്കും. അപ്പോൾ പിന്നെ എനിക്ക് മറ്റ് ലൈഫ് പറ്റില്ല. ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കർത്താവ് എന്നെ നയിക്കുന്ന അവസ്ഥ. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളോടുള്ള വേർപാടാണ്. പിന്നീട് ലോകത്തെ ഞാൻ ഉള്ളിൽ കയറ്റുകയില്ല. വേർപാട് സൂക്ഷിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേർപാട് സൂക്ഷിക്കുന്നതായ ഒരു അനുഭവം. 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ സൂക്ഷിച്ചു കൊള്ളുക. അതായത് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതായത് എപ്പോഴും ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയണം. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് 6-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, അതായത് കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മളെ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കിയിരിക്കുകയാണ്. ഒരു പിതൃപുത്ര ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ആ പിതൃപുത്ര ബന്ധത്തിലേക്ക് വന്നാൽ, എൻ്റെ അപ്പനായി ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മളെ തന്നെ വെടിപ്പാക്കുന്ന അവസ്ഥ. അപ്പോൾ അതൊരു പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ആയിക്കോളുമെന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് കുഴപ്പമില്ല, യേശു ഓൾറെഡി ജീവിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ജീവിതം നിൻ്റേതായിട്ട് ദൈവം അങ്ങ് കണക്കാക്കിക്കോളും, അതുകൊണ്ട് നീ ഇനി പാപത്തിൽ ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഓൾറെഡി യേശുവിന് പിതാവിൻ്റെ അടുത്ത് ചെല്ലാമല്ലോ. ചെല്ലുമ്പം നിനക്ക് പകരം യേശു അങ്ങ് നിന്നോളും, നീ അങ്ങോട്ട് പോവുകയൊന്നും വേണ്ടെന്ന്. അങ്ങനൊന്നും അല്ല വേദോസം പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് നിങ്ങളെ തന്നെ വെടിപ്പാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്, എനിക്കൊന്നും ചെയ്യാനില്ലെന്നുള്ളതല്ല. പിതൃപുത്ര ബന്ധം നഷ്ടപ്പെടുത്തരുത്, ഭയപ്പെടുവിൻ, ജഡത്തിലെ ആത്മാവിലെയും സകല കന്മഷവും നീക്കിക്കളക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കയറിയിരിക്കാനുള്ളതാണ് എൻ്റെ ശരീരം. അവിടെ ഞാൻ അശുദ്ധി കൊണ്ടുവരികയില്ല, ഞാൻ വിശുദ്ധിയിൽ എന്നെ തന്നെ സൂക്ഷിക്കണം. അശുദ്ധൻ പുറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നീ എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ല,
യേശു നിനക്ക് പകരക്കാരനാണ്, അതുകൊണ്ട് യേശു പോയി അവിടെ നിന്നോളും നിനക്ക് പകരം എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശു എൻ്റെ പകരക്കാരനാണ്. എവിടെയാണെന്നറിയാമോ? ക്രൂശിൽ എൻ്റെ പകരക്കാരനായിരുന്നു. എനിക്ക് പകരമായിട്ടാണ് അവൻ മരിച്ചത്. ഇവിടെ ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം. യേശുവിൻ്റെ പകരക്കാരനാണ്. യേശു എൻ്റെ പകരക്കാരനായിരുന്നു. എവിടെ? ക്രൂശിൽ. അവൻ ദൈവസന്നിധിയിൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ വെച്ച് നോക്കി എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു എനിക്ക് പകരം എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് എന്നെ വിശുദ്ധനാക്കി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഇനി ഞാൻ യേശുവിൻ്റെ പകരക്കാരനായി യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ യേശുവിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം ശരിയാണ്, നമ്മുടെ പാപത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക്. പക്ഷേ ഇപ്പോൾ യേശു എന്നിൽ ജീവിക്കുകയാണ്. എന്നിൽ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിൽ അശുദ്ധന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ ഇപ്പം യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴിയെന്ന് പേരാകും, ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. എല്ലാവരും അങ്ങ് പൊക്കോളുമെന്നുള്ള ഒരു ചിന്ത ശരിയായ ചിന്തയല്ല. ഒരു അശുദ്ധനും അതിലെ നടന്നു പോകയില്ല. ഇതെല്ലാവർക്കും അങ്ങ് പോകാനുള്ളതല്ല. അശുദ്ധന് പോകാൻ, എൻ്റെ അശുദ്ധിയെ മാറ്റി വെച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കാത്തത് ബുദ്ധിഹീനതയാണ്. കാരണം കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാത്തവൻ അങ്ങോട്ട് പോകത്തില്ല. കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കാതിരുന്നാൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്. കോൺസിക്വൻസ് അറിയാതെ ഓരോന്ന് ചെയ്യുന്നതാണ് ബുദ്ധിഹീനത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് കോൺസിക്വൻസ്? ഒരശുദ്ധനും അതിൽ കടക്കുകയില്ല. ബുദ്ധിഹീനരാകാതെ, കർത്താവിൻ്റെ ഇഷ്ടത്തെ ഗ്രഹിക്കാത്തത്, അവഗണിക്കുന്നത് ഒരു ബുദ്ധിഹീനതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ഇന്നത്തെ ഒരു പ്രശ്നം എന്നറിയാമോ? ചിലർ അവിടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയ ലോകത്തിൽ ഉറങ്ങുന്നവരുമുണ്ട്, മരിച്ചവരുമുണ്ട്. കുറേ പേരൊക്കെ ഉറക്കമാണ്, കുറേ പേര് മരിച്ചതുമാണ്. അങ്ങനെ മരിച്ചവരുമുണ്ട്. പക്ഷേ ചിലരൊക്കെ ജീവിക്കുന്നത് ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ മരിച്ചവൻ്റെ കൂട്ടത്തിലാണ് കിടക്കുന്നവനെന്ന് എന്താ ഞാൻ അറിയാത്തത്? എന്നറിയാമോ? ഞാൻ ഉറക്കമാ. അതുകൊണ്ട് മരിച്ചവൻ്റെ കൂട്ടത്തിലാണ് കിടക്കുന്നതെന്നുള്ളത് പോലും നമ്മൾ അറിയുന്നില്ല. ഉറങ്ങുന്നവൻ, ആത്മീയ ഉറക്കം. അതായത് നമ്മൾ അലേർട്ടല്ല. കിടക്കുന്നത് ഇവിടെ ആത്മീയമായി മരിച്ചവരുടെ ഇടയിൽ. ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സഭകളുടെ ഒക്കെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ പലപ്പോഴും അവിടെ മരിച്ചവരുടെ ഒരു കൂട്ടത്തെ നമ്മൾ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ മൊത്തം അവിടെ നമ്മൾ വായിക്കുമ്പോൾ, സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാ. ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സഭകൾക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ജീവനുള്ളവനെന്ന് അവരും ചിന്തിക്കുന്നത് ജീവനുണ്ടെന്നാണ്. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവനാണ്. ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സഭകൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ തലയെ മുറുകെ പിടിക്കുന്നില്ല. ചർച്ചിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ തലയായ ക്രിസ്തു ഇല്ല. എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, പക്ഷേ ശുശ്രൂഷിക്കുന്നവരായ സെർവൻസ് ഇല്ല. ദൈവത്തെ സേവിക്കുന്നവരില്ല, മനുഷ്യരെ സെർവ് ചെയ്യുന്നവരില്ല. എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ഹോളി സ്പിരിറ്റ് ഇല്ല. പിന്നെ കുറച്ചുകൂടെ പറഞ്ഞാൽ എക്സ്റ്റസിയും ഉണ്ട്. വലിയ ഉണർവ്,
എന്തോ ഉണർവാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൈയൊക്കെ കുലുക്കി, കൈയൊക്കെ അട്ടിച്ച് പൊട്ടിച്ച് ഭയങ്കര എക്സ്റ്റസി ഉണ്ട്. പക്ഷേ ലൈഫില്ല. കാര്യം എന്നറിയാമോ? ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചു കിടക്കുകയാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ കാണും, പക്ഷേ ടെസ്റ്റിമണി ഇല്ല, ജനങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യമില്ല. ഇന്നിപ്പം വിശ്വാസി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, അവനും വിശ്വാസിയല്ലയോ? ഇല്ലേ? ടെസ്റ്റിമണി ഇല്ല. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവർ. അതുകൊണ്ട് കർത്താവിൻ്റെ ഉപദേശം എന്താണ്? നിങ്ങൾ മരിച്ചവൻ്റെ കൂടെ കിടക്കരുത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ഉണർന്ന്. ആദ്യം ഉണരണം. വിശ്വാസികളെന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ, മരിച്ചവരിൽ നിന്ന് നീ ഉണരണം, എഴുന്നേൽക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എഫെസ്യർ 5-ാം അധ്യായത്തിൽ, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഉണരുന്നത് എങ്ങോട്ടാ? ക്രിസ്തുവെങ്കിലേക്കാണ് ഉണരേണ്ടത്. എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടത് ക്രിസ്തുവാണ്. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ക്രിസ്തു എൻ്റെ മേൽ നിരന്തരം പ്രകാശിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. ക്രിസ്തു എൻ്റെ മേൽ നിരന്തരം പ്രകാശിക്കുന്ന അവസ്ഥയുണ്ടാകണം. അതുകൊണ്ട് എഫെസ്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന, അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുവിൻ. സൂക്ഷ്മത്തോടെ, ലുക്ക് ദെയർ ഫോർ കെയർഫുള്ളി. നമ്മൾ എവിടെ കിടക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അവൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷെ മരിച്ചു കിടക്കുന്നതിന് എന്തോ ചെയ്യാൻ പറ്റും? അവൻ പോട്ടെന്ന് വെക്കണം. അല്ല, എന്തോ ചെയ്യാൻ? അവൻ പോട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉപേക്ഷിച്ച് കളയണമെന്നല്ല പറഞ്ഞത്. ചിലർക്ക് അതാ, അവൻ മരിച്ചവനാ. പറ മോനെ, നീ മരിച്ചു കിടക്കുകയെന്ന് പറ. ഇച്ചിരെങ്കിലും ഉണർച്ച ഉണ്ടെങ്കിൽ അവന് മനസ്സിലായാൽ മനസ്സിലാകട്ടെ, പറഞ്ഞു. പക്ഷേ അവൻ്റെ കൂടെ കിടക്കരുത്. കൂടെ കിടന്നാൽ നീയും അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുമെന്നുള്ളതാണ്. നമ്മൾ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയുന്നത്. അജ്ഞാനികളായിട്ട്, സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടല്ല, സൂക്ഷ്മത്തോടെ. ബി കെയർഫുൾ. നമ്മുടെ പ്രശ്നം ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ ഭയങ്കര കെയർഫുള്ളാണ്. നമ്മുടെ ഫുഡിനെ കുറിച്ച് നമ്മൾ കെയർഫുള്ളാണ്, എഡ്യൂക്കേഷനെ കുറിച്ച് കെയർഫുള്ളാണ്. അയ്യോ എൻ്റെ ദൈവമേ, എന്തൊരു കെയർഫുള്ളാണ്. വാട്സാപ്പിനകത്തെല്ലാം ഹെൽത്ത് ടിപ്സാണ് വരുന്നത് മുഴുവൻ. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെല്ലാം അതാ ഹെൽത്ത് ടിപ്സാണ്. പക്ഷേ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കെയർഫുള്ളല്ല. ആത്മീയ മരണത്തെക്കുറിച്ച് അജ്ഞാനികളാണ്. ബി കെയർഫുൾ. നമ്മൾ അജ്ഞാനികളാകരുത്, നമ്മൾ ജ്ഞാനികളായിരിക്കണം. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ക്രിസ്തു എന്നാൽ ഉറങ്ങുന്നവനെ ഉണർന്ന്, ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രയും നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇത് ദുഷ്കാലമാണ് തീർച്ചയായിട്ടും. വല്ലാത്ത ഒരു ലോകമായത്. ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ബുദ്ധിഹീനരാകരുത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവിൻ. അത് പ്രവൃത്തിയിലാക്കണം, പ്രാക്ടിക്കലാക്കണം. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ച്, എഫെസ്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചതാണ്. പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. മക്കൾ അനുസരിക്കുന്നത് പോലെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അശുദ്ധിയും ദൈവേഷ്ടമല്ല. 3 മുതലുള്ള വാക്യങ്ങളിലെല്ലാം അശുദ്ധിയെക്കുറിച്ച്, ആകയാൽ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുതെന്ന ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം ഇതൊക്കെ പേർ പറക പോലും അരുത്. ബ്ലെയിംലെസ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ളവർ പോലും ഇത് പറയരുത്, അവൻ അങ്ങനെയാണെന്ന് പറയരുത്. നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം ഒരാൾ പറയുമ്പോഴത്തേക്ക് അവൻ ഒരിക്കലും ഒരാളെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വരുന്നു, അവൻ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, എന്നാലും ഞങ്ങളെപ്പോലെ തന്നെയാണ്. അങ്ങനെയല്ല. അശുദ്ധിയും ദുർനടപ്പും പേർ പറക പോലും അരുത്. 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക്
ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊന്നുമല്ല വേണ്ടത്. ദൈവഹിതം എന്താണ്? സ്തോത്രമത്രേ വേണ്ടത് എന്നാണ് പറയുന്നത്. യു ഗിവ് താങ്ക്സ് ഫോർ എവറിത്തിങ്. 5-ാമത്തെ വാക്യത്തിൽ, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായി ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നറിയുന്നുവല്ലോ. അശുദ്ധന് ദൈവരാജ്യത്തിൽ കയറാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ഭാഗവും നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അതിനകത്ത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് സൂക്ഷ്മത്തോടെ, നമ്മൾ അജ്ഞാനികളായിട്ടല്ല. 6 മുതലുള്ള വാക്യങ്ങളിൽ, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, വഞ്ചിക്കപ്പെടരുത്. പാപം ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. വ്യർത്ഥ വാക്കുകളാൽ. പൗലോസ് പറയും, യാതൊരു അശുദ്ധനും അതിനകത്ത് കടക്കത്തില്ല. ആളുകൾ വന്ന് പറയും, അത് കുഴപ്പമില്ല ബ്രദറെ, കർത്താവ് നമുക്ക് പകരം മരിച്ചതല്ലേ. ഈയിടെ ഒരുതം പറയുന്നത് കേട്ടു, 2000 വർഷം മുമ്പ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ടു, അതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകും, ഏറ്റവും ഒടുവിൽ സാത്താനും അങ്ങ് സ്വർഗത്തിൽ പോകുന്നു. ഒരുത്തം പറഞ്ഞതാ. ആരും നരകത്തിൽ പോകത്തില്ലെന്ന്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അശുദ്ധി നിങ്ങളുടെ മേൽ യാതൊരു അശുദ്ധനും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അശുദ്ധി നിങ്ങളെ, ദൈവകോപം നിങ്ങളുടെ മേൽ വരുത്തും. വ്യർത്ഥവാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നേരത്തെ നമ്മൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോഴല്ല. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് 9-ാമത്തെ വാക്യത്തിൽ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പീൻ. എപ്പോഴും നമ്മൾ പരിശോധിക്കണം, എന്താണ് കർത്താവിന് പ്രസാദമുള്ളത്. അതാണ് കർത്താവിന് പ്രസാദമുള്ളതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ എന്ന് ഞാൻ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അനുസരണമുള്ള മക്കളായി, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അനുസരണമുള്ള മക്കളായി എപ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ മകനാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമായതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ അപ്പൻ വിശുദ്ധനായതുകൊണ്ട് ഞാനും വിശുദ്ധനായിരിക്കണം. ഞാൻ മകനാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കണം. മക്കളെല്ലാം നടപ്പിലും എപ്പോഴും അപ്പനെ പോലെയാകണം. എന്താണ് അപ്പൻ്റെ പ്രത്യേകത? അപ്പൻ വിശുദ്ധനാണ്, മക്കളും വിശുദ്ധരായിരിക്കണം. അപ്പൻ വിശുദ്ധനാണ്, അതുകൊണ്ട് മക്കളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, ദൈവഹിതം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, എൻ്റെ പ്രത്യാശ അതാ, കർത്താവ് വരാൻ പോകുകയാണ്. പക്ഷേ കർത്താവ് വരുമ്പോൾ, കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്നു, നിങ്ങളും വിശുദ്ധരാകുവിൻ. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ, 1 പത്രോസ് 1-ന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ പേടി വേണം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. പ്രിയമുള്ളവരെ, എല്ലാവരും അങ്ങ് പൊക്കോളും. പാപം ചെയ്താലും യേശു നിനക്ക് പകരം പണ്ട് മരിച്ചതുകൊണ്ട് ഇനി നിന്നെ പാപിയെന്ന് വിളിക്കത്തില്ല, അതുകൊണ്ട് നീ എന്നാ പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല, പ്രവാസകാലം ഭയത്തോടെ. എന്നോട് പലപ്പോഴും പിള്ളേർ ചോദിക്കുന്ന ചോദ്യമൊക്കെയാണ്, ഇന്നാരുടെ പുസ്തകം, അത് നല്ല എഴുത്തുകാരൊക്കെയാണ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പാപം ചെയ്താലും ദൈവം നമ്മുടെ പാപം ഒന്നും നോക്കിയല്ല, കൃപ.
ഓൾറെഡി നമുക്ക് കൃപ കിട്ടി, അതുകൊണ്ട് നമ്മളങ്ങ് മോളിൽ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷേ പത്രോസ് പറയാണ്, മോനെ പേടിയോടെ ജീവിക്കണമെന്ന്, ഭയത്തോടെ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ യേശു മരിച്ചത് കൃപയാണ്. പക്ഷേ ന്യായം വിധിക്കുന്നത് ആ കൃപയിൽ നിൽക്കുന്നവന് അങ്ങ് പോകാം. കൃപയ്ക്ക് വിരുദ്ധമായി പ്രവൃത്തി കൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നവൻ, വിശുദ്ധ ജീവിതത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ, ദൈവഹിതം വിശുദ്ധിയിൽ ജീവിക്കാൻ, കർത്താവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, ആ വിശുദ്ധ ജീവിതത്തിൽ അനുദിനം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. നാം വിശുദ്ധരായിരിക്കണം. ആ ഒരു വിശുദ്ധൻ്റെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ജീവിക്കണം. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൂടെ പറയാനുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആ വിഷയങ്ങൾ പഠിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, എന്താണ് ദൈവഹിതം? നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. God has called, the holy God called us, and now we are holy people because God called us. അവൻ വിശുദ്ധനായ ദൈവമാണ്. ആ വിശുദ്ധനായ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് നമ്മൾ വിശുദ്ധ ജനമാണ്. എന്തിനാണ് നമ്മളെ വിശുദ്ധ ജനമായി വിളിച്ചത്? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. എങ്ങനെയാണ് വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ കഴിയുന്നത്? വിശുദ്ധ ജീവിതം ജീവിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം ജീവിക്കുന്നത്? എങ്ങനെയാണ് വിശുദ്ധ ജീവിതം അറിയുന്നത്? വിശുദ്ധ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് വിശുദ്ധ ജീവിതമെന്ന്. പക്ഷേ അത് പ്രവർത്തിക്കാനുള്ള ശക്തി വേണം. അതിനാണ് വിശുദ്ധ ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മശക്തിയിൽ പരിശുദ്ധ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആ യേശുവിനോട് കൂടെ സ്വർഗത്തിൽ എടുക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അതുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 5:15 വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. കാര്യം എന്താണ്? ദൈവേഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. കർത്താവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധ ജീവിതമാണ്. അതാണ് ദൈവേഷ്ടം. അതാണ് ദൈവേഷ്ടം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് വെറുതെ എഴുതിയിരിക്കുകയല്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ വരുന്നു. കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് വരുമ്പോൾ ആ വിശുദ്ധിയിൽ ജീവിക്കുന്നവന് മാത്രമേ, കർത്താവുമായി നിരന്തര സംസർഗത്തിൽ ജീവിക്കുന്നവന് മാത്രമേ, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്നവന് മാത്രമേ ആ വിശുദ്ധ ജീവിതത്തിൽ ആ വിശുദ്ധനോട് കൂടെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമ്മുടെ പാപങ്ങളിൽ നമ്മൾ തുടരുന്നുവെങ്കിൽ നമ്മളത് വിട്ടെഴുന്നേൽക്കണം. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ മരിച്ചവരായിരിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. നമുക്കും ചിലപ്പോൾ ഉറക്കമൊക്കെ വന്നെന്നിരിക്കും. പക്ഷേ ഉറങ്ങരുത്. കാരണം ഇത് നമ്മുടെ നിത്യതയുടെ പ്രശ്നമാണ്. നമ്മുടെ നിത്യതയിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, അതിനുവേണ്ടി അതാണ് നമ്മുടെ വിളി. എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അടിസ്ഥാനപരമായി കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യം നിത്യതയിൽ ദൈവത്തോട് കൂടെ നമ്മളായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളും. കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് നമുക്ക് പോകണം. പക്ഷെ പോകുമ്പോൾ അവിടെ നമ്മൾ ഓർക്കണം, നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ജീവിക്കുന്നവർക്കാണ് അങ്ങോട്ട് പോകാൻ കഴിയുന്നത്. അതിന് ശക്തിയില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നവരെ ആരും നിങ്ങളെ ഈ വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥ വാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. വിശുദ്ധിയിൽ ജീവിക്കണം. അതിന് പരിശുദ്ധ ആത്മാവിനെ കർത്താവ് നൽകിയിരിക്കുന്നു. വിശുദ്ധി എന്താണെന്ന് വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.